ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീര കൃഷിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ 4 തരം ചീര വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പാൽച്ചീര, ഇത് മയിൽപ്പീലി ചീര, പിന്നെ ഉള്ളത് സുന്ദരി ചീര, ഇത് വ്ളാത്താങ്കര ചീര. അങ്ങനെ 4 ടൈപ്പ് ചീര വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സമയത്ത് നല്ല രീതിയിൽ ചീര കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. യാതൊരു ഈ ഇലകളിൽ വരുന്ന പുള്ളിക്കുത്ത് രോഗങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഈ സമയത്ത് ചീര കൃഷി ചെയ്യാം. അപ്പോൾ ഏത് ചീരയാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ ഞാൻ 4 ടൈപ്പ് ചീരയാണ് വാങ്ങിച്ചേക്കണത്. ഇത് ഞാൻ പാകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇത്രയും ഭാഗം ഞാൻ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് കൊത്തി ഇളക്കി നനച്ചിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കൂടി വിതറിയിട്ട് വേണം നട്ടു കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇങ്ങനെ പാകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഈ 4 വിത്തുകളും പാകിയിട്ടതിന് ശേഷം ഇടയ്ക്കുന്നൊക്കെ പറിച്ച് മാറ്റി നടാം. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ തന്നെ വളമിട്ട് വളർത്താം എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലോ ക്യാനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളിലൊക്കെ പാകി അപ്പോൾ ഒത്തിരി കൂടി നിൽക്കും. അപ്പം നമ്മൾ എല്ലാ തൈകളും പറിച്ച് നടണം. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുന്നുള്ള ഇങ്ങനെ ഒത്തിരി കട്ട കുത്തി നിൽക്കുന്ന തൈകൾ മാത്രം പറിച്ച് മാറ്റി നട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വളമിട്ട് നനച്ച് വളർത്തി കഴിഞ്ഞാൽ നല്ല തൈകളായിട്ട് നമുക്ക് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ പറിച്ച് നട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു 4 ഇല പരുവമായതിന് ശേഷം ഒരു 20 ദിവസം കഴിയുമ്പോൾ മുതൽ നമുക്കിത് കട്ട് ചെയ്ത് കറിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ 4 തരം ചീരവിത്തുകൾ എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ കൊത്തി ഇളക്കിയേക്കുന്ന സ്ഥലത്തോട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ നമുക്കിത് വളർന്നു വരാനുള്ള വളം വേണമല്ലോ. വെറുതെ മണ്ണിലോട്ട് നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യമില്ലാത്ത തൈകളായിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ചാണകപ്പൊടി ഒന്ന് വിതറി കൊടുക്കാം. നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇവിടുന്ന് കുറച്ച് എല്ലാം പറിച്ച് മാറ്റി നടന്നില്ലാത്തതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 3 ഇല പരുവ അല്ലെങ്കിൽ 4 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഒന്നും കൂടി വളം ഒന്ന് കലക്കി ഒഴിക്കുക ചെയ്യും. കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെ പച്ചച്ചാണകമൊക്കെ ഒന്ന് കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ചീര പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഒരു ഒരേപോലെ ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതേപോലെ ഇത് കണ്ടോ, നമ്മൾ ഈ പുല്ലൊക്കെ തൂത്തെടുക്കുന്ന പുല്ലുമാന്തി എന്ന് പറയും ഇതിന്. അതുകൊണ്ട് നമുക്കിതൊന്ന് ഇളക്കിയിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, വലിയ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. ഈ വളം എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആവുകയും ചെയ്യും. അങ്ങനെ കട്ട കുത്തി കിടക്കണതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ പൊടിച്ചിടുകയും ചെയ്യും. അത് ലെവലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ 4 പാക്കറ്റ് വിത്തുകളും പൊട്ടിച്ചെടുക്കുകയാണ്. 4 ബൗളുകളും എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ എല്ലാ കവറിലെയും ചീരവിത്തുകൾ ഇതേപോലെ ബൗളിലോട്ട് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഈ ചീരവിത്തിന് ഈ ചീരവിത്തിന് 30 രൂപയും അതേപോലെ തന്നെ ഈ ചീരവിത്തിന് 25 രൂപയാണ് കേട്ടോ വില. ഞാൻ പെരുമ്പാവൂർ കർഷകമിത്രം എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഒത്തിരി പേര് ചോദിക്കാറുണ്ട് നമ്മൾ സീഡ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ മിക്കവാറും പെരുമ്പാവൂർ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അമ്പലത്തിൻ്റെ അടുത്താണ് ആ നഴ്സറി അല്ല. ഈ വിത്തുകളും വളങ്ങളും ചെറിയ കുറച്ച് തൈകളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ, വളരെ കുറച്ച് തൈകളും വിത്തുകളും വളങ്ങളുമാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് പാറമണൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് നല്ല മണലുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ, വിത്തുകൾക്ക് നമുക്ക് അകലത്തിൽ വീഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മണലിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ച് അകലത്തിൽ നമുക്ക് ഈ വിത്തുകളൊന്ന് വീണ് കിട്ടും. അപ്പോൾ ഒത്തിരി ഒന്നും നമുക്ക് പറിച്ച് മാറ്റി നടേണ്ടി വരില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ വിത്തുകൾ നമുക്ക് ഈ മണലിലോട്ടൊന്നിങ്ങനെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മണൽ ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ വിത്തുകൾ കുറച്ച് അകലത്തിൽ നമുക്ക് വീണ് കിട്ടും. അപ്പോൾ എല്ലാം തന്നെ പറിച്ച് നടേണ്ടി വരില്ല. നമ്മൾ അല്ലാതെ വിത്തുകൾ പാകി കൊടുക്കുമ്പോൾ ഈ മണലിടണം എന്നില്ല കേട്ടോ. നമ്മൾ ട്രേകളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ വിത്തുകൾ നമ്മൾ പറിച്ച് നടാനായിട്ട് നമ്മൾ വിത്തുകൾ പാകുമ്പോൾ ഇതേപോലെ മണൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. അല്ലാതെ പാകുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് അകലത്തിൽ വീഴാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഓരോ സൈഡിലായിട്ട് ഓരോ ടൈപ്പ് ഇത് പാകി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മണലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അകലത്തിൽ ഇങ്ങനെ വീണു പോകും. അപ്പോൾ നമ്മൾ വിത്തുകളെല്ലാം പാകി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് ഇതിൻ്റെ മീതയിലേക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളകി കിടക്കാൻ വേണ്ടി. അപ്പോൾ ആ വിത്തുകൾ അതിൻ്റെ മണ്ണിൻ്റെ ഉള്ളിലോട്ട് പൊക്കോളുകയും ചെയ്യും. അല്ലെങ്കിൽ ചെറുതായിട്ട് മണ്ണൊന്ന് വിതറി കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വിത്തുകൾക്ക് അകലം വന്നിട്ടില്ലെങ്കിൽ ഒന്ന് അകലം വരികയും ചെയ്യും. ഒന്ന് മണ്ണ് ചെറുതായിട്ട് മണ്ണ് അതിൻ്റെ മീതയിലേക്ക് വീഴുകയും ചെയ്യും. ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞു. അല്ലെങ്കിൽ കുറച്ച് പൊടിമണലെടുത്തിട്ട് ഒന്ന് വിതറി കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതേപോലത്തെ
ഓലമടലുകളോ അല്ലെങ്കിൽ വാഴക്കച്ചില, ഉണങ്ങിയ വാഴക്കച്ചിലുകളൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ വിത്തുകളൊക്കെ അങ്ങോട്ട് കൂടി പോകും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഓലമടലോ വാഴക്കച്ചിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുമ്മ വീണിട്ട് വെള്ളം തെറിച്ച് വീണോളും. പിന്നെ നല്ല വെയിലുള്ള സമയമാണല്ലോ ഇപ്പോൾ, അപ്പോൾ അത് വിത്തുകൾ പൊള്ളി പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ മൂടി കൊടുക്കുന്നത് പ്രത്യേക വേറൊരു ഗുണം കൂടി ഉണ്ട്, പെട്ടെന്ന് മുളച്ച് വരികയും ചെയ്യും. അപ്പോൾ ഇത് 3-ാം ദിവസം തന്നെ നമുക്ക് ഈ ചീരവിത്തുകളെല്ലാം തന്നെ മുളച്ച് വരും കേട്ടോ. നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് സ്പ്രേ പോലെയാണ് നമ്മൾ വെള്ളം തളിക്കാവൂ. കുത്തി വീഴിക്കരുത്. കുത്തി വീഴിച്ച് കഴിഞ്ഞാൽ വിത്തുകൾ കൂടി പോവുകയും ചെയ്യും, അതേപോലെ തന്നെ മണ്ണിൻ്റെ അടിയിലോട്ട് ഒത്തിരി താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ വിത്തുകൾ മുളയ്ക്കാതെ വരും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ മൂടുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി നമ്മുടെ ഈ വിത്ത് പാകിയിട്ടേക്കണതിൻ്റെ സൈഡിൽ കൂടെ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് മൂടിപ്പോയി, എന്നാലും കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയല്ലേ അതിൻ്റെ ഉള്ളിലൂടെ വീണോളൂ. അപ്പോൾ ഇത് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ചുറ്റിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചുറ്റിലും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉറുമ്പൊക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വിത്തിൻ്റെ കൂടെ കുറച്ച് റവയോ അല്ലെങ്കിൽ നല്ല തരിയുള്ള അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചീരവിത്തുകൾ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് ചീര കൃഷി ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ പാകി പറിച്ച് നടുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിസ്താരത്തിൽ പാകിയിട്ട് കട്ടയായിട്ട് വരുന്ന ഒരുമിച്ച് വളരുന്ന തൈകൾ മാത്രം പറിച്ച് മാറ്റി നടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്